കർണാടകയിലെ ഹസൻ എന്ന് പറയുന്ന ജില്ലയിലെ ഒരു സാധാരണ കുടുംബത്തിലാണ് യാഷ് ജനിക്കുന്നത്. അപ്പോൾ യാഷല്ല, ശരിക്ക് നവീൻ കുമാർ ഗൗഡ എന്നാണ് പേര്. ഇപ്പോൾ വീട്ടുകാരിട്ട പേര് നവീൻ എന്നാണ്, സർട്ടിഫിക്കറ്റിലൊക്കെ നവീൻ എന്നാണ്. പിന്നെ യശ്വന്ത് എന്ന് പറഞ്ഞിട്ടും പേര് അമ്മ വീട്ടുകാർ വിളിച്ചിരുന്നു. അപ്പോൾ ചെറുപ്പം മുതലേ എന്താ പറയുക, സിനിമാ നടനാവണം അല്ലെങ്കിൽ ഒരു വലിയൊരു എന്താ പറയുക ഒരു താരമാവണം എന്നൊക്കെ തന്നെയായിരുന്നു യാഷിൻ്റെയൊക്കെ മോഹം. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒരു വളരെ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഫാമിലിയാണ്. അച്ഛൻ KSRTCയിലെ ഡ്രൈവറായിരുന്നു, അമ്മ ഒരു ഹൗസ് വൈഫ്, ഒരു സിസ്റ്റർ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിക്കുന്ന ആൾക്കൊന്നും സ്വപ്നം പോലും കാണാൻ പറ്റില്ല സിനിമ. ആ ഒരു കാലത്താണ് ഇവരൊക്കെ എന്താ പറയുക വളരുന്നത്. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് താല്പര്യം ഇതുതന്നെയായിരുന്നു. പക്ഷേ വീട്ടുകാർക്ക് ഇദ്ദേഹം പഠിച്ച് ഒരു ഗവൺമെൻറ് ജോലിയൊക്കെ നേടണം, ഇതൊക്കെ തന്നെയായിരുന്നു അച്ഛൻ്റെയൊക്കെ ആഗ്രഹം. അത് കഴിഞ്ഞ് ഒരു 10-16 വയസ്സൊക്കെ ആയ സമയത്ത് എന്താ പറയുക, സ്കൂളിൽ പഠിക്കാനൊന്നും വലിയ ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു അന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നീട് സിനിമ സ്വപ്നം. അപ്പോൾ അന്ന് നമുക്കറിയാം കന്നഡ സിനിമ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ മലയാള സിനിമ കൊച്ചി അല്ലെങ്കിൽ തമിഴ് സിനിമ ചെന്നൈ എന്ന് പറഞ്ഞ പോലെ കന്നഡ സിനിമ ബാംഗ്ലൂർ സിറ്റിയിലാണ്. അപ്പോൾ ബാംഗ്ലൂർക്ക് ചെന്നു. അപ്പോൾ വീട്ടുകാർ പറഞ്ഞു പോയാൽ എന്തെങ്കിലും ആയിട്ട് വരണം, ഇല്ലെങ്കിൽ പിന്നെ ഒന്നും ആവാതെ തിരിച്ചു വന്നാൽ പിന്നെ വിടില്ല എന്നുള്ള രീതിയിൽ പോയാൽ. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടെ ഒരു സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറൊക്കെ ആയിട്ട് അങ്ങനെ ഒരു 16 വയസ്സൊക്കെ ഉള്ളൂ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടൊക്കെ കൂടി. പക്ഷേ ആ സിനിമയൊന്നും പ്രോപ്പർലി നടന്നില്ല, അത് ഡ്രോപ്പായി. പക്ഷേ തിരിച്ചു പോകാൻ പറ്റില്ല. ആ ഒരു 300 രൂപയൊക്കെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. പിന്നീട് അവിടെ എന്താ പറയുക ഒരു ഡ്രാമ ഒരു ട്രൂപ്പിൽ അവരൊക്കെ അസിസ്റ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ അവരുടെ കൂടെ കൂടി. അന്നൊക്കെ ഒരു ദിവസം 50 രൂപ കൂലി, അങ്ങനെയൊക്കെയായിരുന്നു യാഷിൻ്റെയൊക്കെ ഒരു എന്താ പറയുക ഒരു വരുമാനം എന്നൊക്കെ പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ.